ഗുഡ് മോർണിംഗ്. ഇന്നൊരു പനി ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ ഡോക്ടറെ കാണിച്ച് വരികയാണ്. യൂണിവേഴ്സിറ്റി ഹെൽത്ത് സെൻ്ററിലാണ് പോയത്. ശരിക്കും ഞാൻ ഇങ്ങനെ വയ്യായിക വരുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കുന്ന ഒരാളൊന്നുമല്ല. ഇതിപ്പോൾ രണ്ട് കാരണങ്ങളുണ്ട് ഇന്ന് ഇത് കാണിക്കാനായിട്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഷിഗല്ലയും നിപ്പയൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. രണ്ടാമത്തത് ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് അടുത്ത മാസം തീരുകയും ചെയ്യും. അപ്പോൾ ഈ അസുഖം പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് മര്യാദയ്ക്കൊന്നും കാണാൻ പറ്റില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ വളരെ ഒരു നൊസ്റ്റാൾജിയാണ്. കുറേ ഓർമ്മകളുണ്ടാവും. ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ ഞാൻ മാക്സിമം കുറേ ദൂരം നടക്കും, കുറേ ഏരിയ കവർ ചെയ്യും, ഷോർട്ട് കട്ടൊന്നും എടുക്കില്ല. അവിടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളോ ഓർമ്മകളുള്ള സ്ഥലങ്ങളോ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ സ്റ്റക്കാവും. ഇത് ഇപ്രാവശ്യം ഉണ്ടാക്കിയത്, ഇപ്രാവശ്യം എന്നല്ല, ഒരു 2-3 വർഷമൊക്കെയായിട്ടുണ്ടാവും ഈ ഒരു ലീഫ് ഉണ്ടാക്കിയിട്ട്. കുറച്ചുകൂടെ അടുത്ത് നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാം. കാരണം ആ ഗാർഡൻ എപ്പോഴും നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടില്ല, കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ഗുണമാണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദം ഇവിടെ വന്നിങ്ങനെ നിൽക്കലാണ്. പിന്നെ അവിടെ ഒരു പോസ്റ്റർ, യെസ് അത് റൊണാൾഡോൻ്റെ ആണ്. റൊണാൾഡോ അല്ലാതെ കുറേ അധികം വേൾഡ് കപ്പ് റിലേറ്റഡ് പോസ്റ്റർ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ലൈബ്രറിൻ്റെ ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം. അതെനിക്ക് വയ്യ ഇപ്പം. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ എൻട്രൻസുകൾ കണ്ടല്ലോ. പിന്നെ വരുന്ന വഴിക്ക് ഇവിടെ അങ്ങനെ കുറേ ബേർഡ്സ് ഒക്കെ ഉള്ളൊരു വീടുണ്ട്. അത് കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ അവിടെ വീട്ടുകാരുള്ളതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എനിക്കിഷ്ടപ്പെട്ട വഴികളിലൊന്നും ഇതാണ്. കുറച്ച് തോടും വരമ്പും ഒരു ഹരിതാപയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പുല്ലുകൾ ഇളകുന്ന നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ. കുറച്ച് നേരം അതിങ്ങനെ നോക്കി അവിടെ നിന്നു കേട്ടോ. അപ്പോഴാണ് അമ്മയുടെ കോൾ വരുന്നത്. ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് ഇതുവരെ എത്തിയില്ലേ, ഇതുവരെ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോഴാണ് ഓർത്തത് അയ്യോ പനി ആണല്ലോ എന്ന്. സോ ഓക്കെ, ബായ്, പോയി മരുന്ന് കഴിക്കട്ടെ.